ഹെഡ്ലൈൻ PSC മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതി പദത്തിലെത്തിയ ശ്രീമതി ദ്രൗപദി മുർമുവിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇനി വരാനിരിക്കുന്ന PSC പരീക്ഷകളിലെല്ലാം തന്നെ ഈ ഒരു ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവും, വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പരമാവധി പോയിന്റുകൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 1958 ജൂൺ 20-ന് ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ ബൈദാപോസി എന്ന ഗ്രാമത്തിലാണ് ദ്രൗപദി മുർമു ജനിച്ചത്. എവിടെയാണ് ആ ജില്ല ഓർത്ത് വെച്ചിരിക്കുക? ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ ബൈദാപോസി എന്ന ഗ്രാമത്തിലാണ് ദ്രൗപദി മുർമു ജനിച്ചത്. ഇനി അച്ഛൻ്റെ പേര് നോക്കിയാൽ ബിരാൻജി നാരായൺ ടുഡു. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഓർത്ത് വെച്ചേക്കുക. അച്ഛൻ്റെ പേര് ബിരാൻജി നാരായൺ ടുഡു. വിവാഹത്തിന് മുൻപ് വരെ ദ്രൗപദി മുർമുവിൻ്റെ പേരെന്തായിരുന്നു? ദ്രൗപദി ടുഡു എന്നായിരുന്നു. എന്തായിരുന്നു? ദ്രൗപദി ടുഡു. പിന്നീട് ഭർത്താവായിട്ട് ആര് വരുന്നു? ശ്യാം ചരൺ മുർമുവിനെ വിവാഹം ചെയ്തതിന് ശേഷമാണ് പേരെങ്ങനെയായിട്ട് മാറിയത്? ദ്രൗപദി മുർമുമായിട്ട് മാറിയത്. അപ്പം മുമ്പ് എന്തായിരുന്നു പേര്? ദ്രൗപദി ടുഡു എന്നായിരുന്നു. പിന്നീട് വിവാഹത്തിന് ശേഷം ആരെയാണ് വിവാഹം ചെയ്തത്? ശ്യാം ചരൺ മുർമുവിനെ വിവാഹം ചെയ്തതിന് ശേഷമാണ് ദ്രൗപദി മുർമുവായിട്ട് മാറിയത്. പിന്നീട് അവരുടെ ഹൈസ്കൂൾ പഠനമൊക്കെ എവിടെയായിരുന്നു? അത് ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിലായിരുന്നു ഹൈസ്കൂൾ പഠനമൊക്കെ പൂർത്തീകരിച്ചു. പിന്നീട് രമാദേവി കോളേജിൽ നിന്നും ബിരുദം നേടുകയുണ്ടായി. ഏത് കോളേജാണെന്ന് ഓർത്ത് വെച്ചൊക്കെ? രമാദേവി കോളേജിൽ നിന്നും ബിരുദം നേടി. പിന്നീട് 1979 1983 വരെ ജലവിഭവ വകുപ്പിൽ എന്ത് ചെയ്തു? ജൂനിയർ ക്ലർക്കായിട്ട് ജോലി നോക്കി. അപ്പോൾ 1979 മുതൽ 1983 വരെ എവിടെയായിരുന്നു? ജലവിഭവ വകുപ്പിൽ ജൂനിയർ ക്ലർക്കായിട്ട് ജോലി നോക്കി. പിന്നീട് അവർ എങ്ങോട്ടേക്ക് തിരിച്ചു വരികയാണ്? റായ്റങ്പൂരിലേക്ക് തിരിച്ചു വന്ന് അവിടുത്തെ അരബിന്ദോ സ്കൂളിൽ അധ്യാപികയായിട്ട് ജോലി നോക്കി. അപ്പോൾ റായ്റങ്പൂരിലെ അരബിന്ദോ സ്കൂളിലാണ് നമ്മുടെ ദ്രൗപദി മുർമു അധ്യാപികയായി ജോലി നോക്കിയത്. എവിടെയാണെന്ന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏത് സ്കൂളാണ്? അരബിന്ദോ സ്കൂൾ. പിന്നീട് 1977 നഗരസഭ കൗൺസിലറായി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ 1977 നഗരസഭ കൗൺസിലറായി. നഗരസഭയാണ് റായ്റങ്പൂർ നഗരസഭയാണ്. അവിടെ കൗൺസിലറായി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ 2000 ഒക്കെ ആയപ്പോഴത്തേക്ക് 2000 അങ്ങനെ അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ മത്സരിച്ച് വിജയിച്ച് ആരെയാണ് പരാജയപ്പെടുത്തിയത്? കോൺഗ്രസിൻ്റെ ലക്ഷ്മൺ മാജിയെ തോൽപ്പിച്ചാണ് MLA ആയത്. അപ്പോൾ 2000 കോൺഗ്രസിൻ്റെ ലക്ഷ്മൺ മാജിയെ തോൽപ്പിച്ച് MLA ആയി. അപ്പോൾ ഈ 2000-2002 വർഷത്തിൽ അവർ മന്ത്രിയുമായി. ഏത് വകുപ്പായിരുന്നു അത്? വാണിജ്യ ഗതാഗത വകുപ്പായിരുന്നു. 2000-2002 വർഷങ്ങളിൽ വാണിജ്യ ഗതാഗത വകുപ്പും 2002-2004 വർഷങ്ങളിൽ ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പുമായിരുന്നു അവർ കൈകാര്യം ചെയ്തിരുന്നത്. അത് മാറിപ്പോയത് 2000 തൊട്ട് 2002 വരെ വാണിജ്യ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടും 2002 മുതൽ 2004 വരെ ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയായിട്ടും അവർ സേവനമനുഷ്ഠിച്ചു. ആ സമയത്ത് ഒഡീഷയിലെ മുഖ്യമന്ത്രി ആരാണെന്ന് ഞാൻ വേണമെങ്കിൽ ചോദിക്കാം. ആരാണ്? നവീൻ പട്നായിക്കാണ്. അപ്പം നവീൻ പട്നായിക്കിൻ്റെ മന്ത്രിസഭയിലെ അംഗമായിരുന്നു ആര്? ദ്രൗപദി മുർമു. പിന്നീട് 2007 മികച്ച MLAക്കുള്ള നീലകണ്ഠം പുരസ്കാരം നേടി. ഒഡീഷ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അവിടുത്തെ മികച്ച MLAക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ് നീലകണ്ഠ പുരസ്കാരം. ഇത് 2007 ആര് നേടി? ദ്രൗപദി മുർമു നേടി. 2007 മികച്ച MLAക്കുള്ള നീലകണ്ഠ പുരസ്കാരം ആര് നേടിയത്? ദ്രൗപദി മുർമു നേടിയത്. പിന്നീട് 2015 കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു പൊസിഷനിലേക്ക് ആര് വന്നു? മുർമു വന്നു. എവിടെയായിട്ട്? എന്തായിട്ടാണ് വന്നത്? 2015 മെയ് 18 ജാർഖണ്ഡിൻ്റെ 9ാമത്തെ ഗവർണറായി ആര് ചുമതലയേറ്റു? ദ്രൗപദി മുർമു ചുമതലയേറ്റു. അങ്ങനെ 2015 മെയ് 18 ജാർഖണ്ഡിൻ്റെ 9ാമത്തെ ഗവർണറായി ദ്രൗപദി മുർമു ചുമതലയേറ്റു. ഇവിടെ നമുക്ക് കുറച്ചേറെ പോയിന്റുകൾ നമുക്ക് നോക്കാം. ഗോത്ര വിഭാഗത്തിൽ നിന്നും ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണറായിട്ടാണ് ദ്രൗപദി മുർമു ജാർഖണ്ഡിലെത്തുന്നത്. എന്താ? ഗോത്ര വിഭാഗത്തിൽ നിന്നും ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ദ്രൗപദി മുർമുവാണ്. പിന്നീട് ഇങ്ങനെയും ചോദ്യം വരാം, ഒഡീഷയിൽ നിന്നുമുള്ള ആദ്യ ഗവർണറും ആര് തന്നെയാണ്? ദ്രൗപദി മുർമുവാണ്. അപ്പോൾ ഗോത്ര വിഭാഗത്തിൽ നിന്നും ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണറും ദ്രൗപദി മുർമുവാണ്. ഒഡീഷയിൽ നിന്നുമുള്ള ആദ്യത്തെ ഗവർണറും ആര് തന്നെയാണ്? ദ്രൗപദി മുർമുവാണ്. പിന്നീട് ഒഡീഷയിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ ഗവർണർ എന്ന് ചോദിച്ചാലും ദ്രൗപദി മുർമു തന്നെയാണ്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കാം. ഗോത്ര വിഭാഗത്തിൽ നിന്നും ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ, ഒഡീഷയിൽ നിന്നുമുള്ള ആദ്യ ഗവർണർ, ഒഡീഷയിൽ നിന്നുമുള്ള ആദ്യ വനിതാ ഗവർണർ. ഉത്തരം എല്ലാം എന്ത് തന്നെയാണ്? ദ്രൗപദി മുർമു തന്നെയാണ്. ഈ ജാർഖണ്ഡിലെ ആദ്യത്തെ വനിതാ ഗവർണറും ആര് തന്നെയാണ്? ദ്രൗപദി മുർമു തന്നെയാണ്. അപ്പോൾ ജാർഖണ്ഡിലെ ആദ്യത്തെ വനിതാ ഗവർണറും ദ്രൗപദി മുർമു തന്നെയാണ്. ജാർഖണ്ഡിൽ 5 വർഷം പൂർത്തിയാക്കിയ ആദ്യത്തെ ഗവർണറും ആര് തന്നെയാണ്? ദ്രൗപദി മുർമു തന്നെയാണ്. അപ്പോൾ ജാർഖണ്ഡിൽ 5 വർഷം പൂർത്തിയാക്കിയ ആദ്യത്തെ ഗവർണറും ദ്രൗപദി മുർമു തന്നെയാണ്.
ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എന്താ, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാ? അത് സരോജിനി നായിഡു ആണ് അല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ സരോജിനി നായിഡു ആണ്. എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള വനിതാ ഗവർണർ ആരാണ്? അത് ദ്രൗപദി മുർമു ആണ്. അപ്പോൾ 5 വർഷം ജാർഖണ്ഡിൽ പൂർത്തിയാക്കിയെന്ന് നമ്മൾ പറഞ്ഞു. അത് എന്ന് വരെ ഉണ്ടായിരുന്നു? 2015 മെയ് 18 മുതൽ 2021 ജൂലൈ 2 വരെ ഏത് പദവിയിലുണ്ടായിരുന്നു? ജാർഖണ്ഡ് ഗവർണർ പദവിയിൽ ആരുണ്ടായിരുന്നു? നമ്മുടെ ദ്രൗപദി മുർമു. പിന്നീട് 2022 BJPയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിട്ട്, അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിട്ട് ആര് നോമിനേറ്റ് ചെയ്യപ്പെടുന്നു? നമ്മുടെ ദ്രൗപദി മുർമു നോമിനേറ്റ് ചെയ്യപ്പെടുന്നു. പ്രതിപക്ഷ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ആരായിരുന്നു? യശ്വന്ത് സിൻഹയായിരുന്നു. ആരായിരുന്നു? യശ്വന്ത് സിൻഹ. ആ പേര് നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ടതാണ്. ആരുമായിട്ടായിരുന്നു മത്സരിച്ചതും? യശ്വന്ത് സിൻഹ. അങ്ങനെ 2022 ജൂലൈ 18 രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ് നടന്നത്. ആ ഡേറ്റ് മറന്നു പോരുത്. 2022 ജൂലൈ 18. വോട്ട് എണ്ണിയതോ 2022 ജൂലൈ 21. 18, 20, 21 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ. അപ്പോൾ 2022 ജൂലൈ 18 വോട്ടെടുപ്പ് നടക്കുന്നു. 2022 ജൂലൈ 21 എന്ത് ചെയ്യുന്നു? വോട്ട് എണ്ണുന്നു. അങ്ങനെ ഇന്ത്യയുടെ 16ാം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി. അങ്ങനെ 15ാമത്തെ രാഷ്ട്രപതിയായിട്ട് ആര് തിരഞ്ഞെടുക്കപ്പെട്ടു? ദ്രൗപദി മുർമു തിരഞ്ഞെടുക്കപ്പെട്ടു. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. 16ാം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പാണ് നടന്നത്. 15ാമത്തെ രാഷ്ട്രപതിയാണ് ആര്? ദ്രൗപദി മുർമു. ഇനി ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ എണ്ണം നോക്കിയാൽ 4754 വോട്ടാണ് ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം. അതിൽ 64% വോട്ടാണ് ആർക്ക് കിട്ടിയത്? ദ്രൗപദി മുർമുവിന് കിട്ടിയത്. 64 വയസ്സുള്ള ദ്രൗപദി മുർമുവിന് 64% വോട്ട് കിട്ടി. 64 വയസ്സുള്ള ദ്രൗപദി മുർമുവിന് 64% വോട്ട് നേടാൻ കഴിഞ്ഞു. 2824 വോട്ടുകളാണ് ആര് നേടിയത്? നമ്മുടെ ദ്രൗപദി മുർമു. വോട്ട് മൂല്യം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 6,76,803 6,76,803. എത്ര വോട്ട് നേടിയെന്ന് വെച്ചാൽ അത് 2824 വോട്ടാണ് നേടിയത്. വോട്ട് മൂല്യം ചോദിച്ചാൽ 6,76,803. ഇനി അസാധുവാക്കപ്പെട്ട വോട്ടുകൾ എത്ര ഉണ്ടായിരുന്നു? 53 എണ്ണം അസാധുവാക്കപ്പെട്ട വോട്ടുകളായിരുന്നു. പ്രതിപക്ഷത്ത് നിന്നും വോട്ടുകൾ കിട്ടി. എത്ര വോട്ടുകൾ കിട്ടിയത്? 17 എണ്ണമാണ്. പ്രതിപക്ഷത്ത് നിന്നും ദ്രൗപദി മുർമുവിന് ലഭിച്ച വോട്ടുകളുടെ എണ്ണം എത്രയാണ്? 17 എണ്ണമാണ്. ഇനി യശ്വന്ത് സിൻഹയ്ക്ക് എത്ര വോട്ടുകൾ കിട്ടി? 1877 വോട്ടുകളാണ് യശ്വന്ത് സിൻഹയ്ക്ക് ലഭിച്ചത്. അതായത് അദ്ദേഹത്തിൻ്റെ വോട്ട് മൂല്യം എന്ന് പറയുന്നത് 3,80,177 3,80,177. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ആർക്ക് വോട്ട് ലഭിച്ചിട്ടുണ്ട്? ദ്രൗപദി മുർമുവിന്. അപ്പോൾ കേരളത്തിൽ നിന്ന് എത്ര വോട്ട് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ഒരു വോട്ടാണ് ഇപ്രാവശ്യം ലഭിച്ചത്. കിട്ടത്തില്ല എന്ന് എല്ലാവരും പറഞ്ഞിരുന്നതാണെങ്കിലും കേരളത്തിൽ നിന്ന് ഒരു വോട്ട് ആർക്ക് കിട്ടിയിട്ടുണ്ട്? നമ്മുടെ ദ്രൗപദി മുർമുവിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ 2020 രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ പ്രഥമ പൗരയായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ദ്രൗപദി മുർമുവിന് കുറേയേറെ പ്രത്യേകതകളുണ്ട്. നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഗോത്ര വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതി പദത്തിലെത്തുന്ന ആദ്യ വ്യക്തിയാണ് ആര്? നമ്മുടെ ദ്രൗപദി മുർമു. അതേത് വിഭാഗമാണ് ചോദിക്കും? സാന്താൾ ഗോത്ര വിഭാഗമാണ്. നമ്മൾ സാന്താൾ കലാപമൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായ കലാപങ്ങളൊക്കെ അഴിച്ചുവിട്ട വിഭാഗമാണ്, ആദിവാസി വിഭാഗമാണ് സാന്താൾമാർ അല്ലേ. അപ്പോൾ ആ സാന്താൾ വിഭാഗത്തിൽ നിന്നും ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്നു എന്ന പ്രത്യേകത കൂടി ദ്രൗപദി മുർമുവിനുണ്ട്. പിന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതിയാണ് ആര്? നമ്മുടെ ദ്രൗപദി മുർമു. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ജനിച്ച ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമുവാണ്. ഇപ്പോൾ പ്രായം എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞാൽ 64 വയസ്സാണ്. ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതിയും ദ്രൗപദി മുർമു തന്നെയാണ്. ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതിയും ദ്രൗപദി മുർമു തന്നെയാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയും ദ്രൗപദി മുർമുവാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയും ദ്രൗപദി മുർമുവാണ്. ഒന്നാമത്തെ ആരാണെന്ന് അറിയാമല്ലോ, ആരാ? പ്രതിഭ പാട്ടീലാണ് അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതി, ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ജനിച്ച രാഷ്ട്രപതി, ഇന്ത്യയിലെ ഒരു ഗോത്ര വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതിയാകുന്ന ആദ്യത്തെ വ്യക്തി, ഇതെല്ലാം ആര് തന്നെയാണ്? ദ്രൗപദി മുർമു തന്നെയാണ്. ഇനി സ്ഥാനമൊഴിഞ്ഞ രാഷ്ട്രപതിയുടെ പേര് അറിയാം എല്ലാവർക്കും. എന്താ? രാംനാഥ് കോവിന്ദാണ് സ്ഥാനമൊഴിഞ്ഞത്. അദ്ദേഹം എന്നുവരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണ ചുമതല ഉണ്ടായിരുന്നത്? 2022 ജൂലൈ 24 വരെ അദ്ദേഹത്തിന് രാഷ്ട്രപതി ഭരണ ചുമതല ആർക്കുണ്ടായിരുന്നു? രാംനാഥ് കോവിന്ദിന് ഉണ്ടായിരുന്നു. ഇനി പുതിയ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിന് സത്യവാചകം ചൊല്ലിക്കൊടുത്ത ആരായിരുന്നു? രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ആരാണെന്ന് നമുക്കറിയാമല്ലോ. ആരാ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഇപ്പോഴത്തെ നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? NV രമണ. അപ്പോൾ ദ്രൗപദി മുർമുവിന് സത്യവാചകം ചൊല്ലിക്കൊടുത്ത ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ശ്രീ NV രമണയാണ്.
അപ്പോൾ ഇന്നത്തെ അറിവുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. താങ്ക്